ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 80ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2027 സെൻസസിനായുള്ള കുടുംബ വിവരശേഖരണ പട്ടികയുടെ ചോദ്യാവലി പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. കൊളംബിയയിലെ ഭൂകമ്പ ബാധിതർക്കായി 20 മെട്രിക് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 80ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആത്മനിർഭർ ഭാരത് അഭിയാൻ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയുടെയും ദേശീയ സുരക്ഷയുടെയും അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. आर्थिक अनुमानों के अनुसार भारत की विकास दर विश्व की औसत विकास दर के तुलना में दोगुनी से अधिक रहेगी. आत्मनिर्भर भारत अभियान से हमारी आर्थिक प्रगति और राष्ट्रीय सुरक्षा का आधार मजबूत हुआ है. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിലാണ് ഇന്ത്യയെന്നും വികസനത്തിന്റെ ഫലങ്ങൾ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ദൃഢനിശ്ചയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പദവിയിലും അവസരത്തിനുമുള്ള സമത്വവും അന്തസ്സും ഭരണഘടനയുടെ ഏറ്റവും വിലയേറിയ ആദർശങ്ങളിൽപ്പെട്ടവയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. प्रतिष्ठा और अवसर की समानता तथा व्यक्ति की गरिमा हमारे संविधान के प्रमुख आदर्श है. आज साधारण पृष्ठभूमि के लोग अनेक क्षेत्रों में असाधारण योगदान दे रहे हैं. इससे मेरा ये विश्वास दृढ़ होता है कि आज के भारत में हर व्यक्ति बड़े सपने देख भी सकता है और उन्हें पूरा भी कर सकता है. വിദ്യാർത്ഥികളാണ് ഇന്ത്യയുടെ ഭാവി രൂപകൽപ്പന ചെയ്യുന്നതെന്നും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാവരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പ്രസ്താവിച്ചു. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. വിശദാംശങ്ങളിലേക്ക്. ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായ തിരങ്ക യാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ശാസ്ത്രജ്ഞർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ക്ഷണമുണ്ട്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ പുലർച്ചെ 4 മണി മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ഉണ്ടായിരിക്കും. രാഷ്ട്രപതിയുടെ സൈനിക അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രതിരോധ സേനകളിലെയും കേന്ദ്ര സായുധ പോലീസ് സേനകളിലെയും 78 ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം. ഇതിൽ 13 പുരസ്കാരങ്ങൾ മരണാനന്തരമായാണ് നൽകിയിരിക്കുന്നത്. ലഫ്റ്റനന്റ് കേണൽ മാനിയോ ഫ്രാൻസിസ്, PF മേജർ ജിതേന്ദ്ര രഥെ എന്നിവർ കീർത്തി ചക്രയ്ക്ക് അർഹരായപ്പോൾ ഹവിൽദാർ ഗജേന്ദ്ര സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ ജഗ്ബീർ സിംഗ്, ബഷീർ അഹമ്മദ്, ST കോൺസ്റ്റബിൾ ജസ്വന്ത് സിംഗ്, ബൽവീർദീർ സിംഗ്, താരിഖ് ഹുസൈൻ, STF ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവർക്ക് മരണാനന്തരമായി കീർത്തിചക്ര സമ്മാനിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷാസേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും, വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും, സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും SP ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും, അഗ്നിരക്ഷാ സേനയിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർക്കും, ജയിൽ വകുപ്പിൽ നിന്ന് 2 പേർക്കുമാണ് ലഭിച്ചത്. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുരക്ഷാ മേഖലയിലെ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറിയതായും ആഗോള പ്രതിരോധ രംഗത്തെ കയറ്റുമതി രാഷ്ട്രമായി ഉയർന്നുവന്നതായും അദ്ദേഹം പറഞ്ഞു. हमारी सरकार ने रक्षा क्षेत्र में आत्मनिर्भरता को हमेशा सर्वोच्च प्राथमिकता दी है. आज भारत केवल अपनी सुरक्षा आवश्यकताओं को पूरा करने वाला देश ही नहीं रहा, बल्कि हम ग्लोबल डिफेंस मैन्युफैक्चरिंग और डिफेंस एक्सपोर्ट्स के क्षेत्र में एक उभरती हुई शक्ति बन चुके हैं. കേരളത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മണിക്ക് നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. 80ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട പ്രമുഖർ. സ്വാതന്ത്ര്യവും സമത്വവും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആശംസാ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി. ജനാധിപത്യവും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. മാനവികതയും സാഹോദര്യവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശംസിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ മറ്റന്നാൾ തമിഴ്നാട്ടിലെത്തും. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവാരൂർ, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി സംബന്ധിക്കും. 2027 സെൻസസിനായുള്ള കുടുംബ വിവരശേഖരണ പട്ടികയുടെ ചോദ്യാവലി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ രജിസ്ട്രാർ ജനറൽ ഓഫീസ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. ആകെ 40 ചോദ്യങ്ങളാണ് പട്ടികയിലുള്ളത്. മാതാപിതാക്കളുടെ വിവരങ്ങൾ, ആധാർ, മൊബൈൽ നമ്പർ, ആകെ ബാങ്ക് അക്കൌണ്ടുകളുടെ എണ്ണം, മതം, ജാതി എന്നിവ ചോദ്യാവലിയിൽ ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്ന കൊളംബിയയ്ക്ക് 20 മെട്രിക് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. മരുന്നുകൾ, വൈദ്യസഹായ ഉപകരണങ്ങൾ, താൽക്കാലിക പാർപ്പിട സൌകര്യങ്ങൾ എന്നിവയാണ് ആദ്യഘട്ട സഹായമായി നൽകിയത്. അതീവ ദുഷ്കരമായ സാഹചര്യത്തിൽ കൊളംബിയയിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ UAEയുടെ 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി UAE. ഇത് UN സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെ ലംഘനമാണെന്നും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. സ്വതന്ത്രമായ കപ്പൽ ഗതാഗത മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള ഇറാന്റെ നടപടിയായി ഇതിനെ കാണുന്നതായും UAE വ്യക്തമാക്കി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ശ്രീലങ്ക ഗാല ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം ടെസ്റ്റ് ഈ മാസം 23-ന് കൊളംബോയിൽ നടക്കും. രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പത്തിന് നേരിയ ഇടിവ്. ജൂണിൽ 9.87% പണപ്പെരുപ്പം ജൂലൈയിൽ 9.78% കുറഞ്ഞു. അതേസമയം ഭക്ഷ്യവസ്തുക്കളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും മൊത്തവില പണപ്പെരുപ്പം 6.14% നിന്ന് 6.65% ഉയർന്നു. പ്രാഥമിക വസ്തുക്കളുടെ പണപ്പെരുപ്പം 8.5% ഉയർന്നു. നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ പണപ്പെരുപ്പം 8.3% ഉയർന്നപ്പോൾ ഇന്ധന വൈദ്യുതി മേഖലയിലെ പണപ്പെരുപ്പം 27.4% നിന്ന് 20% കുറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ 8 സ്വർണവും 7 വെള്ളിയും 1 വെങ്കലവും അടക്കം 16 മെഡലുകൾ നേടിയ സൈനിക സംഘവുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സംവദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 80ാമത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വത്തിന് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2027 സെൻസസിനായുള്ള കുടുംബ വിവരശേഖരണ പട്ടികയുടെ ചോദ്യാവലി പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. കൊളംബിയയിലെ ഭൂകമ്പ ബാധിതർക്കായി 20 മെട്രിക് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൈമാറി ഇന്ത്യ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.